ശബരിമലയിൽ നാളെ കൊടിയേറ്റാണ്, ഉത്സവം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് നട തുറക്കും. അപ്പോൾ ശബരിമല വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം സുജു ടി ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശബരിമല ഉത്സവത്തിന്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ സുജു പങ്കുവയ്ക്കും. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ശബരിമലയിൽ മനോഹരമായ ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഉത്സവകാലം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ശബരിമല ഇത്തവണ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18 ദിവസം തുടർച്ചയായി തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം നടത്താനുള്ള അവസരം കൂടിയാണ് ലഭിക്കുന്നത്. ഇത്തരമൊരു അവസരം ലഭിക്കാൻ കാരണം പൈങ്കുനി ഉത്രം ഉത്സവം, അതുപോലെ വിഷു മേടമാസ പൂജകൾക്കായാണ് ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കുന്നത്. അതുകൊണ്ടാണ് 18 ദിവസത്തോളം ശബരിമല നട തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നാളെയാണ് ഉത്സവത്തിന് കൊടിയേറ്റ് നടക്കുന്നത്. അതിനുശേഷം പിന്നീട് പമ്പയിൽ ആറാട്ടുണ്ട്. 11 ഉത്സവത്തിന് കൊടിയേറും. ഏപ്രിൽ 11 പമ്പാ നദിയിൽ ആറാട്ട്. അതിന് ഉത്സവം കഴിഞ്ഞ് വിഷുവിനോട് അനുബന്ധിച്ച് പൂജകൾ നടക്കുന്നുമുണ്ട്. ഇതെല്ലാം കൂടിയാണ് 18 ദിവസം ഈ തീർത്ഥാടന കാലയളവ് വീണ്ടും വരുന്നത്. സാധാരണ നമുക്കറിയാം, മാസപൂജയ്ക്കായി 5 ദിവസമാണ് ശബരിമല നട ഈ മണ്ഡല മകരവിളക്ക് പൂജയ്ക്ക് ശേഷം തുറക്കുന്നത്. പിന്നീട് ഉത്സവത്തിനും ഈ ഉത്സവത്തിനും വിഷു പൂജ മേടമാസ പൂജകൾ കൊണ്ടാണ് ഇത്രയധികം ദിവസം ലഭിക്കുന്നത്. ഏറ്റവും പ്രത്യേകത, കഴിഞ്ഞ മാസം മലയാള മാസം നട തുറന്നപ്പോഴായിരുന്നു പുതിയ ദർശന രീതി ശബരിമലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി തുടങ്ങിയിരുന്നത്. അതായത് കൊടിമരത്തിൽ നിന്ന് നേരെ ബലിക്കൽ പുരയുടെ ഇരുവശങ്ങളിൽ നിന്ന് ശ്രീകോവിലേക്ക് എത്തി അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു സംവിധാനം. അത് കഴിഞ്ഞ മലയാള മാസം നട തുറന്നപ്പോൾ അത് വളരെ വിജയകരമായി അത് പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ചില തെറ്റുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അതെല്ലാം ഇത്തവണ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ നട തുറക്കുമ്പോഴാണ് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുക. അങ്ങനെയെങ്കിൽ വിഷു പൂജയ്ക്ക് നട തുറക്കുമ്പോൾ മന്ത്രി VN വാസവൻ ശബരിമലയിൽ എത്തുന്നുണ്ട് 13-14 തീയതികളിൽ. അന്ന് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങും നടത്താൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത്തരമൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന തീർത്ഥാടകരാണ്. നമ്മൾ ശബരിമലയിൽ 40-45 വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ തീർത്ഥാടകർക്ക് 18ാം പടി കയറി ഫ്ലൈ ഓവർ ഒഴിവാക്കി ദർശനം സാധ്യമായിരുന്നത്. അങ്ങനെ 40 വർഷത്തെ ഒരു മാറ്റമാണ് ഈ കഴിഞ്ഞ മലയാള മാസം നട തുറന്നപ്പോൾ കാണുവാൻ സാധിച്ചത്. ഇത്തവണ ഒരുപക്ഷെ ഫ്ലൈ ഓവർ കൂടി തിരക്കുള്ള സമയത്ത് ഉപയോഗിക്കുമായിരിക്കും. കാരണം 18ാം പടിയിൽ നിന്ന് ഈ ബലിക്കൽപുരയിലേക്ക് വലിയ ദൂരമില്ലാത്തത് കൊണ്ട് അതോടെ ഉപയോഗപ്പെടുത്തി സാധ്യത. എന്തായാലും തീർത്ഥാടകർക്ക് വെർട്ടിക്കൽ പൊസിഷൻ അല്ലാതെ നേരെ അയ്യപ്പനെ കാണുവാൻ അതുവഴി ഏതാണ്ട് 20-30 സെക്കൻഡോളം അയ്യപ്പനെ കാണുവാൻ സാധിക്കും. 3 സെക്കൻഡിൽ താഴെ മാത്രമായിരുന്നു ഇതുവരെയുള്ള ഒരു കഴിഞ്ഞ 40 വർഷമായി തുടർന്ന് വന്ന രീതിയിൽ സാധാരണക്കാരായ തീർത്ഥാടകർ, നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, സാധാരണക്കാരായ തീർത്ഥാടകർ അങ്ങനെയായിരുന്നു സാധിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നട തുറന്നപ്പോൾ 30 വർഷത്തോളം ശബരിമലയിൽ കൃത്യമായി എത്തുന്ന ആളുകൾ പോലും പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭഗവാനെ തൊഴാൻ സാധിക്കുന്നത്, ഇത്തരത്തിലൊരു ദർശനം സാധ്യമായി എന്ന് പറയുന്നുണ്ട്. അത്തരമൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിഷുപൂജ ദിവസം കൂടിയായിരിക്കും കടന്നു വരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിലെല്ലാം നമ്മൾ എടുത്തു പറയേണ്ടത്, ഇത് തീർത്ഥാടകരുടെ സൗകര്യം, അവരുടെ മെച്ചപ്പെട്ട ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കലാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. വിഷു ദിവസമായി ഏപ്രിൽ 14 രാവിലെ 4 മണി മുതൽ 7 മണി വരെ വിഷുക്കണി ദർശനവും, അതുപോലെ തന്നെ വിഷുദിനത്തിൽ പ്രത്യേക പൂജകളും ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ വിഷു ദിനത്തിലാണ് ഒരു മണ്ഡലകാലത്തിന് സമാനമായ രീതിയിൽ തീർത്ഥാടകർ വീണ്ടും എത്തുന്ന ഒരു ദിവസം. സാധാരണ മണ്ഡലപൂജയ്ക്കായി നട തുറക്കുമ്പോൾ അത്രയധികം തിരക്കുകൾ ഉണ്ടാകാറില്ല. എന്നാൽ ഈ വിഷു പൂജയ്ക്കായി നട തുറക്കുമ്പോൾ തീർച്ചയായും അത് മണ്ഡലകാലത്തിന് സമാനമായ തിരക്ക് ആ ദിവസങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ പുതിയ സംവിധാനത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രായോഗികമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു ട്രയൽ നടത്തുവാനോ അല്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ദേവസ്വം ബോർഡ് ലഭിക്കുന്നത്. ഏപ്രിൽ 18 രാത്രി നടയടയ്ക്കുകയും ചെയ്യും. മനു. ശരി സുജുവാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. അപ്പോൾ ആ പുതിയ പരീക്ഷണം കഴിഞ്ഞ മലയാള മാസം 1-ാം തീയതി നടപ്പാക്കിയതാണ്. അത് ഈ വിഷുകാലത്തും ഈ ഉത്സവകാലത്തും തുടരും. ഇപ്പോൾ കുറച്ചുകൂടി തിരക്കൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ തിരക്കിൽ എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നതൊക്കെ നമുക്കിപ്പോൾ ഒരു വ്യക്തത വരും. അങ്ങനെ അതും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ശബരിമല ഉത്സവത്തിൻ്റെ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്.